ലോക്സഭയില് കേരളത്തിൽ ഒരാളേ ഉള്ളൂ. തമിഴ്നാട്ടിൽ രണ്ടാളുണ്ട്. ശരിക്കും തമിഴ്നാട്ടിലെ സീറ്റ് കൊണ്ടാണ് CPI എന്ന രാഷ്ട്രീയ പാർട്ടി ലോകസഭ കാണുന്നത്. CPI എന്ന രാഷ്ട്രീയ പാർട്ടി ലോകസഭ കാണുന്നത് തമിഴ്നാട്ടിൽ. CPM-ന് ഇവിടുത്തെ ഒന്നേ ഉള്ളൂ, അവിടെ രണ്ടെണ്ണം. CPM-ന് ഇവിടുത്തെ ഒന്നേ ഉള്ളൂ, അവിടെ രണ്ടെണ്ണം. ഇപ്പൊ കേരളത്തില് വലിയ ഒരു സംഗമം നടത്തി. എത്ര ആളെ പങ്കെടുത്തത്? 623 ആള്. എത്ര ചെലവ്? 7 കോടി. 623 കൊണ്ട് 7 കോടിയെ ഹരിച്ചാൽ 1,12,359. ഒരാൾക്ക് 1,12,359 രൂപ ചെലവാണ്. ഞാൻ മനസ്സിലാക്കിയത് ലക്ഷക്കണക്കിന് രൂപയുടെ ഭക്ഷണ സാധനം മാലിന്യ പ്ലാന്റിൽ കൊണ്ട് തള്ളിയതാണ്. അവിടെ 4000 ആൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ദേവസ്വം ബോർഡ് ജീവനക്കാരെ വരെ ക്ഷണിച്ചു വരുത്തി ഇരുത്തി കഴിച്ചിട്ടും ബാക്കിയാ. ഉച്ചഭക്ഷണം ബാക്കി, രാത്രിത്തെ ഭക്ഷണം കഴിക്കാൻ ഒരു മനുഷ്യന്റെ കുട്ടിയില്ല. ഇങ്ങനെ കേരളത്തിൽ അയ്യപ്പ സംഗമം നടത്തി. എന്തിന്? അത് രാഷ്ട്രീയമാണ്. കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി UDF വെൽ പ്ലാൻഡ് ആയ ഒരു പ്രചരണം നടത്തുന്നുണ്ട്. എന്താണ്? പിണറായി വിജയൻ നരേന്ദ്രമോദിക്ക് അധീനപ്പെട്ട് നിർത്തിയാണ്. നരേന്ദ്രമോദി ഭീഷണിപ്പെടുത്തി, കേസിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പിണറായി വിജയനെ സ്വന്തം അധീനത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പിണറായി നരേന്ദ്രമോദിയുടെ കേരളത്തിലെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ഈ പ്രചരണം കാരണം കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ തോതിലുള്ള ക്ഷീണം CPM-ന് സംഭവിച്ചിട്ടുണ്ട്. 16-നും 21-ലൊക്കെ മുസ്ലിം വോട്ട് കിട്ടിയതുപോലെ ഇനി 26-ൽ കിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഹിന്ദു വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു അഭ്യാസമാണ്. അത് അമ്പെ പരാജയപ്പെട്ടു. അപ്പൊ തമിഴ്നാട്ടിലെ രാഷ്ട്രീയമാണ്, കേരളത്തിലെ അയ്യപ്പ ഈ സംഗമം രാഷ്ട്രീയമാണ്. CPI എന്ന രാഷ്ട്രീയ പാർട്ടി ലോകസഭ കാണുന്നത് തമിഴ്നാട്ടിൽ. CPM-ന് ഇവിടുത്തെ ഒന്നേ ഉള്ളൂ, അവിടെ രണ്ടെണ്ണം.